അല്പം വിചിത്രമെന്ന് തോന്നാം. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കണം. കൊച്ചി മുസീരിസ് ബിനാലയിലെ പ്രധാന ആകർഷണമായിരുന്നു ഈ കലാരൂപം. ഒരു കുഴി കുഴിച്ച് അതിൽ നിന്ന് മണ്ണും കല്ലും വേർതിരിച്ചെടുക്കുന്നു. കരികൊണ്ട് കല്ലിൽ ഇടയ്ക്ക് ഉരയ്ക്കുന്നു. കുഴിയിൽ കിടക്കുന്നു. മണ്ണുവാരി പോക്കറ്റിലിടുന്നു. ഒപ്പം എന്തോ ഉരുവിടുന്നുമുണ്ട്. കലാകാരി ബംഗ്ലാദേശ് സ്വദേശിനിയായ ഓർപ്പ പൂദാറാണ്. ഉരുവിടുന്നത് ബംഗ്ലാദേശിലെ അക്കങ്ങളാണ്. പ്രൊലോങ്ഡ് സൈ എന്നാണ് കലാരൂപത്തിൻ്റെ പേര്. ബംഗാളിലെ പഞ്ചേരി കലാകാരന്മാരുടെ ക്ഷണം സ്വീകരിച്ചാണ് ഓർപ്പ ബിനാലിയിൽ പങ്കെടുത്തത്. രൂപമില്ലാത്ത മണ്ണിൻ്റെ ആഴങ്ങൾ തേടുകയാണ് ഓർപ്പ. ഓരോ സ്ഥലത്തും മണ്ണിൻ്റെ ഘടനയിൽ മാറ്റമുണ്ട്. എന്നാൽ മണ്ണിന് അതിർത്തികളില്ല. മനുഷ്യനാണ് അതിർത്തികൾ തീർക്കുന്നത്. It's called performance art, to act on a space according to the space and according to the surroundings, topic, everything. Like it's a very much bodily gestured, very tactile thing to respond. ഓർപ്പയുടെ കലാരൂപം കാണാനെത്തിയ ചിലർ കൗതുകത്തോടെ നോക്കി നിന്നു. ചിലർ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. ചിലർക്ക് ഇതെന്തെന്നറിയുവാനുള്ള ജിജ്ഞാസ. കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യമെന്ന് പറയുന്നത് പോലെ കല പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതല്ല, അത് ഉൾക്കൊള്ളേണ്ടതാണ്. പ്രത്യേക വിവരണമൊന്നും കൂടാതെ ഓർപ്പ അവതരിപ്പിച്ച ഈ കലാരൂപം ആസ്വദിക്കുന്നവർക്ക് എന്തു വ്യാഖ്യാനവും നൽകാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കൊച്ചി മുസീരിസ് ബിനാലയിൽ ഇത്തരം ഒരുപാട് കൗതുകകരമായ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. രസകരമായ ഇൻസ്റ്റലേഷൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൽ ഭാഗമാകുന്ന കൗതുകകരമായ ഒരു കലാരൂപമാണ്. അപ്പോൾ സ്നേഹ, ഇത് സത്യത്തിൽ കാണുന്നവരല്ലേ ഇത് അന്തം വിട്ടു ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അറിയാനൊക്കെ ശ്രമിച്ചാലായിരിക്കും നമുക്കിപ്പോൾ ഇങ്ങനെ ഒറ്റ കാഴ്ചയിൽ നമുക്കും അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു പ്രതികരണത്തിനോട്? കൊച്ചി ബിനാലയിലെ ഒട്ടുമിക്ക ഈ ഒരു കലകൾക്കും കലാരൂപങ്ങൾക്കുമൊക്കെ ആഴമേറിയ അർത്ഥങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഈ പ്രൊലോങ്ഡ് സൈ ബംഗ്ലാദേശി കലാരൂപമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് അല്പം വിചിത്രമായി തോന്നും. കാരണം ഒരു പെൺകുട്ടി ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു കുഴി കുഴിച്ച് അതിൽ നിന്ന് കല്ലും മണ്ണും വേർതിരിച്ചെടുക്കുന്നു. ആ വേർതിരിച്ചെടുത്ത മണ്ണ് ചെറുത് പോക്കറ്റിലേക്ക് ഇടുന്നു. ആ കുഴിയിൽ കിടക്കുന്നു, എന്തോ പറയുന്നു. അതിനുശേഷം ഈ കരി ഉപയോഗിച്ച് കല്ലുകളിൽ എഴുതുന്നു. അങ്ങനെ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. അത്തരത്തിലൊരു കലാരൂപമാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാകും, എന്താണ് ഇത് ചെയ്യുന്നതെന്ന്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ബംഗ്ലാദേശി കലാരൂപമാണ് എന്ന കാര്യം. അതുമാത്രമല്ല, അവർ ബംഗ്ലാദേശിൽ പല നമ്പറുകളാണ് ഒരു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സമയത്തും ഓരോ നമ്പറാണ്. ആ ഒരു മുഴുവൻ ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഒരു നമ്പറായിരിക്കില്ല, പല പല നമ്പറുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. 690 മുതൽ അങ്ങനെ ഈ നമ്പറുകളൊക്കെയാണ് ഈ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ ദിവസവും ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത് ഓരോ സമയത്താണ്. അപ്പോൾ നമ്മൾ ചെന്ന ആ ഒരു സമയത്ത് ഈ കലാരൂപം 12:45 കൂടിയാണ്, ഉച്ചയ്ക്ക് 12:45 കൂടി തുടങ്ങി. തുടർന്ന് 4.5 മണിക്കൂറായിരുന്നു നീണ്ടു നിന്നത്. അങ്ങനെ തൊട്ടടുത്ത ദിവസമാകുമ്പോൾ അതൊരു അരമണിക്കൂർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു കലയുടെ ഒരു പ്രധാന പ്രത്യേകത എന്നത്, ഇതിനൊരർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല എന്നാണ്. പറയുമ്പോൾ അല്പം വിചിത്രമായി തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ കല ആസ്വദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു ചിത്രം വരച്ചാൽ അത് നമ്മളത് കാണുകയും അത് ആസ്വദിക്കുകയും അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കലയ്ക്ക്. അതിന് പ്രത്യേകിച്ച് ആമുഖമോ വിവരണമോ ഒന്നും അവർ നൽകുകയില്ല. ഞാൻ ചോദിച്ചപ്പോൾ ആ കലാകാരി, ബംഗ്ലാദേശി കലാകാരി ഓർപ്പ പൂദാർ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ചുറ്റിലും ദ്വീപുണ്ട്. ഒരു ദ്വീപിലാണ് നമ്മളുള്ളതെങ്കിൽ ചുറ്റിലും വെള്ളമുള്ളപ്പോൾ നമ്മൾ ആ ദ്വീപിൽ ആ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് നമ്മൾ മണ്ണ് കുഴിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടുള്ള, അതിൽ എന്തോ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ആഴമേറിയ അർത്ഥങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ വെറുതെ വന്ന് ആസ്വദിച്ചു പോകാം. അത് മാത്രമല്ല, കാഴ്ചയാണ്. നമുക്കിപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഞാനും അന്തം വിട്ട് തന്നെയാണ് ആ കാഴ്ച കണ്ടത്. നമുക്ക് നേരിട്ട് കണ്ടാലും അല്ലെങ്കിൽ കുറേ സമയം ചിലപ്പോൾ അത് ചെയ്യുന്നതൊക്കെ കണ്ടാലായിരിക്കും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരിക. നമുക്കങ്ങനെ കുറച്ച് സമയം കണ്ട് അങ്ങനെ വിലയിരുത്താൻ പറ്റുന്ന ഒരു കലാരൂപമായിരിക്കില്ല. എന്തായാലും ഇത്തരം വ്യത്യസ്തമായ അല്ലെങ്കിൽ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് കലാരൂപങ്ങളൊക്കെ ബിനാലയിലുണ്ട്. ആളുകൾക്കത് കാണാൻ ആസ്വദിക്കാനും അവസരമുണ്ട്.